മെത്രാൻകായലും കടമക്കുടിയിലെ വയലും നികത്താനുള്ള വിവാദ ഉത്തരവുകൾ സർക്കാർ പിൻവലിച്ചു. നിലവിലെ നിയമമനുസരിച്ച് രണ്ടിടത്തും അംഗീകരിച്ച പദ്ധതികൾ നടപ്പാക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചു. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വിവാദങ്ങൾ ഒഴിവാക്കാനാണ് ഉത്തരവ് പിൻവലിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെറ്റ് ചെയ്തു എന്ന ബോധ്യമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 അതിനകത്ത് വ്യക്തമായ വ്യവസ്ഥകളുണ്ട്. അതുപോലെ തന്നെ പാരിസ്ഥിതിക അനുമതി അതും നെൽവയലിൻ്റെ കാര്യത്തിലും തണ്ണീർത്തടത്തിൻ്റെ കാര്യത്തിലും വ്യക്തമായിട്ടുണ്ട്. ഈ രണ്ട് വ്യവസ്ഥയ്ക്കും വിധേയമായി എന്ന് പറഞ്ഞാൽ ഇതിലെ വ്യവസ്ഥകൾ പാലിച്ച് മാത്രമേ ഏതെങ്കിലും ഒരു നടപടിയുമായി മുമ്പോട്ട് പോകാൻ സാധിക്കൂ. എങ്കിലും ഇങ്ങനൊരു വിവാദമൊക്കെ വന്നു, പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാദമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. നടപ്പാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എതിർപ്പുണ്ടോ? ഇതാ മാറ്റിയിരിക്കുന്നു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് വിവാദ ഉത്തരവുകൾ പിൻവലിക്കാൻ തീരുമാനിച്ചത്. മെത്രാൻകായലിൽ 378 ഏക്കറും കടമക്കുടിയിൽ 47 ഏക്കറും നികത്തി ടൂറിസം പദ്ധതിക്കും മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്കുമാണ് സർക്കാർ അംഗീകാരം നൽകിയിരുന്നത്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 അനുസരിച്ച് പദ്ധതികൾ നടപ്പാക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നു. ഇക്കാര്യം കണക്കിലെടുക്കാതെ നിലം നികത്താൻ മന്ത്രിസഭ എന്തിന് അംഗീകാരം നൽകിയത് എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. റക്കിൻഡോ ഡെവലപ്പേഴ്സ് ലിമിറ്റഡിന് നിലം നികത്താൻ അനുമതി നൽകിയത് വൻ വിവാദമാവുകയും തൽസി തുടരാൻ ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തത് സർക്കാരിന് വൻ തിരിച്ചടിയാവുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. 2903 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4,76,373 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഹയർ സെക്കൻഡറിയിൽ 9,33,050 വിദ്യാർത്ഥികളും VHSCയിൽ 31,400 വിദ്യാർത്ഥികളും ഇന്ന് പരീക്ഷയ്ക്കെത്തി. 2903 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4,76,373 വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLCക്ക് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 1:45 വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിൽ പ്രവേശിച്ചു. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമിനു ശേഷം 2 മണിക്കാണ് പരീക്ഷ ആരംഭിച്ചത്. ഒന്നാം ഭാഷ ഒന്നാം പേപ്പറായിരുന്നു ഇന്നത്തെ പരീക്ഷ. ഈ മാസം 23-നാണ് പുതിയ സ്കീമുകാർക്ക് പരീക്ഷ അവസാനിക്കുക. പഴയ സ്കീമുകാർക്ക് 28-നാകും സമാപിക്കുക. ഏപ്രിൽ 1 മുതൽ 16 വരെയായി 54 ക്യാമ്പുകളിലായി മൂല്യനിർണ്ണയം നടക്കും. ഏപ്രിൽ 25-ന് മുൻപായി ഫലം പ്രഖ്യാപിക്കാനാണ് തീരുമാനം. ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലുമായി 10 ലക്ഷത്തോളം കുട്ടികളാണ് ഇന്ന് പരീക്ഷ എഴുതുന്നത്. ഹയർ സെക്കൻഡറിയിൽ +1-ന് 4,72,307 പേരും +2-ന് 4,60,743 വിദ്യാർത്ഥികളുമാണ് പരീക്ഷയ്ക്കെത്തിയത്. ഗൾഫിലെയും ലക്ഷദ്വീപിലെയും അടക്കം 2,500 കേന്ദ്രങ്ങളിലായിട്ടാണ് പരീക്ഷ നടന്നത്. VHSC ഒന്നാം വർഷ പരീക്ഷയ്ക്ക് 31,400 വിദ്യാർത്ഥികളും ഇത്തവണ പരീക്ഷ എഴുതുന്നുണ്ട്. VHSC രണ്ടാം വർഷ പരീക്ഷകൾ നാളെ മുതലാണ് ആരംഭിക്കുക. മെയ് 15-നാകും ഹയർ സെക്കൻഡറി VHSC പരീക്ഷാ ഫലം പ്രഖ്യാപിക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ വിവാദത്തിൽ സൈനികരെക്കാൾ ധൈര്യശാലികൾ വ്യാപാരികളാണെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പഴയ പ്രസംഗം സമൂഹമാധ്യമങ്ങളിൽ വൈറലായതോടെയാണ് മറുപടി പറയാനാകാതെ BJP നേതൃത്വം പ്രതിസന്ധിയിലായത്. 2014 ഫെബ്രുവരിയിൽ ദില്ലിയിൽ വ്യാപാരി സംഘടനയുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരിഞ്ഞുകൊത്തുന്നത്. അന്ന് വ്യാപാരികളെ അകമഴിഞ്ഞ് പ്രശംസിച്ച മോഡി സൈനികരെക്കാൾ ധൈര്യശാലികൾ വ്യാപാരികളാണ് എന്ന് പ്രസംഗിച്ചു. सेना में एक जवान जितना साहस करने का ताकत रखता है ना, उससे ज्यादा साहस करने का ताकत व्यापारी रखता है. सेना में एक जवान जितना साहस करने का ताकत रखता है ना, उससे ज्यादा साहस करने का ताकत व्यापारी रखता है. JNU സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ദേശീയത സജീവ ചർച്ചയായ സാഹചര്യത്തിലാണ് മോഡിയുടെ പഴയ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. ദേശീയതയെപ്പറ്റിയുള്ള പ്രസംഗങ്ങളിലും പ്രസ്താവനകളിലും BJP നേതാക്കൾ സൈനികരെ ഉദാഹരിക്കുന്നതാണ് മോഡിയുടെ പഴയ പ്രസംഗം ചൂണ്ടിക്കാട്ടി സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. മോഡിയുടെ പ്രസംഗം സൈനികരെ അപമാനിക്കുന്നതാണെന്നും മോഡി മാപ്പ് പറയണമെന്നുമുള്ള ആവശ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി.
യൂറോപ്പിലേക്കുള്ള അഭയാർത്ഥി പ്രവാഹം തടയുന്നതിന്റെ ഭാഗമായി തുർക്കിയും യൂറോപ്യൻ യൂണിയനും തമ്മിലുണ്ടാക്കിയ ധാരണ നിയമലംഘനമെന്ന് UN അഭയാർത്ഥി ഏജൻസി. മനുഷ്യാവകാശ ലംഘനമായി ഇത് കണക്കാക്കണമെന്ന് UN അഭയാർത്ഥി ഏജൻസിയായ UNHCR വിലയിരുത്തി. UN അഭയാർത്ഥി ഏജൻസിയായ UNHCR ആണ് കരാറിനെ വിമർശിച്ച് രംഗത്തെത്തിയത്. വിദേശികളെ കൂട്ടത്തോടെ പുറത്താക്കുന്ന ഈ ശ്രമം മനുഷ്യാവകാശ ലംഘനമായി കണക്കാക്കണമെന്ന് UNCHR ഡയറക്ടർ വിൻസെന്റ് കോഹ്റ്റൽ അഭിപ്രായപ്പെട്ടു. മൂന്നാം ലോകരാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിദേശികളെ സ്വീകരിക്കുന്ന നടപടി യൂറോപ്യൻ നിയമത്തിലോ അന്തർദേശീയ നിയമത്തിലോ ഉൾപ്പെട്ടിട്ടില്ലെന്നും കോഹ്റ്റൽ ചൂണ്ടിക്കാട്ടുന്നു. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് തുർക്കിയും യൂറോപ്യൻ യൂണിയനും ഇക്കാര്യത്തിൽ ധാരണയായത്. 1 in 1 out എന്ന കരാർ ചരിത്രപ്രധാനമെന്ന് ജർമ്മൻ ചാൻസലർ ആംഗല മെർക്കൽ പറഞ്ഞിരുന്നു. രേഖകളില്ലാതെ അനധികൃതമായി തുർക്കിയിൽ നിന്നും ഗ്രീസിലെത്തുന്ന അഭയാർത്ഥികളെ തിരിച്ചെടുക്കണമെന്നതാണ് കരാറിലെ പ്രധാന നിർദ്ദേശങ്ങളിലൊന്ന്. ഇപ്രകാരം അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന പക്ഷം തുർക്കിയിൽ നിന്ന് സിറിയൻ അഭയാർത്ഥിയെ യൂറോപ്യൻ യൂണിയൻ ഏറ്റെടുക്കും. നിലവിൽ 27.5 ലക്ഷത്തിലേറെ അഭയാർത്ഥികൾക്ക് തുർക്കി അഭയം നൽകുന്നുണ്ട്. ഇവരിലേറെ പേരും സിറിയയിൽ നിന്നും ഉള്ളവരാണ്. ഗ്രീസിലെത്തിയ അഭയാർത്ഥികളെ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി തുർക്കി പൗരന്മാർക്ക് വിസയില്ലാതെ ഷെങ്കൻ തീരത്തേക്ക് EU യാത്രാനുമതി നൽകും. 2016 ജൂൺ അവസാനത്തോടെയാണ് ഇത് പ്രാബല്യത്തിൽ വരിക. അഭയാർത്ഥികളുടെ പുനരധിവാസത്തിനായി ഫണ്ടും അനുവദിക്കും. അതോടൊപ്പം യൂറോപ്യൻ യൂണിയനിൽ തുർക്കിക്ക് അംഗത്വം നൽകുന്നതും പരിശോധിക്കും. ന്യൂസ് ഡെസ്ക്. വേനൽ കടുത്തിരിക്കുകയാണ്. അസഹനീയമായി ചൂടും വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻകരുതലുകളും ശ്രദ്ധയും ഏറെ വേണം. മാർച്ച് മാസത്തെ ചൂടിന് കാഠിന്യം കൂടും. വേനൽക്കാലത്തെ ഏറ്റവും താപം നിറഞ്ഞ മാസവും മാർച്ച് തന്നെയാണ്. അകത്തും പുറത്തും ചൂട് അസഹനീയമായതുകൊണ്ട് തന്നെ മുൻകരുതലും ഏറെ പ്രധാനം. നിർജ്ജലീകരണം, ലവണാംശം കുറയൽ, ക്ഷീണവും തളർച്ചയും, സൂര്യാഘാത സാധ്യത എന്നിവയാണ് പ്രധാനം. ശരീരത്തിന്റെ ആന്തരിക പ്രവർത്തനം താളം തെറ്റാം. ശരീരഭാഗങ്ങളിൽ നിറവ്യത്യാസം, അമിത വിയർപ്പും പൂപ്പൽ ബാധയും എന്നിവയും സംഭവിക്കാം. പുറത്ത് ജോലിയെടുക്കുന്നവരുടെ ശരീരത്തിലെ താപനിലയാണ് അമിതമായി ഉയരാൻ സാധ്യത. കത്തുന്ന വെയിലത്ത് ജോലി ചെയ്താൽ ബോധരഹിതരായി തളർന്നു വീഴാം. ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം. വൃദ്ധജനങ്ങളിലും കുഞ്ഞുങ്ങളിലും ഏറെ കരുതൽ വേണം. വൃദ്ധജനങ്ങളിൽ അണുബാധയും കുഞ്ഞുങ്ങളിൽ ചർമ്മരോഗങ്ങളും നിർജ്ജലീകരണവും ഉണ്ടായേക്കാം. കഴിവതും സൂര്യതാപം നേരിട്ട് കൊള്ളുന്നത് ഒഴിവാക്കുക എന്നത് തന്നെയാണ് പ്രതിവിധി. പ്രത്യേകിച്ച് രാവിലെ 9-നും വൈകിട്ട് 3-നും ഇടയിൽ. കൂടുതൽ വെള്ളം കുടിക്കണമെന്നത് പ്രത്യേകം നിഷ്കർഷിക്കുന്നു. 12 മുതൽ 15 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. കോള പോലുള്ള കൃത്രിമ പാനീയങ്ങൾ ഒഴിവാക്കുക. പഴവർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉറങ്ങാനും ഉണരാനും ഏതാണ്ട് കൃത്യസമയം പാലിക്കുന്നതും ഉത്തമം. രാത്രിയിൽ അമിത ഭക്ഷണം ഒഴിവാക്കുക എന്നിവയും ആരോഗ്യ വിദഗ്ധർ നിഷ്കർഷിക്കുന്നു. ന്യൂസ് ഡെസ്ക്. ₹251 സ്മാർട്ട് ഫോൺ ഇന്ത്യൻ വിപണിയിൽ എത്തുന്നു എന്ന വാർത്ത പുറത്തുവന്നിട്ട് അധികമായില്ല. എന്നാൽ അത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തട്ടിപ്പാണെന്നാണ് പുതിയ വാർത്തകൾ. മോഡലായി കാട്ടിയ ഫോണിന്റെ നിർമ്മാതാക്കൾ തന്നെയാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. ലോകത്തെ തന്നെ ഏറ്റവും വില കുറഞ്ഞ സ്മാർട്ട് ഫോൺ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നോയിഡ ആസ്ഥാനമായ റിംഗിംഗ് ബെൽസ് എന്ന കമ്പനി പുറത്തിറക്കുന്ന ഫ്രീഡം 251 ഫോൺ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തട്ടിപ്പെന്ന് പ്രോട്ടോടൈപ്പ് ഫോണിന്റെ നിർമ്മാതാക്കളായ ആഡ്കോം എന്ന അഡ്വാൻറ്റേജ് കമ്പ്യൂട്ടേഴ്സാണ് രംഗത്തെത്തിയിരിക്കുന്നത്. പബ്ലിസിറ്റിക്കു വേണ്ടിയുള്ള റിംഗിംഗ് ബെൽസിന്റെ തന്ത്രം മാത്രമാണ് ₹251 ഫോൺ എന്ന പരസ്യമെന്നും ആഡ്കോം അറിയിച്ചു. ഇതുവരെ നിർമ്മാണം ആരംഭിക്കാത്ത ഫ്രീഡം 251 ഫോണുകളുടെ മോഡലായി കാണിച്ചത് ആഡ്കോം എന്ന കമ്പനി നിർമ്മിച്ച ₹4500 പുറത്തിറക്കിയ ഐക്കൺ 4 എന്ന ഫോണായിരുന്നു. മാധ്യമപ്രവർത്തകർക്ക് നൽകിയ മോഡൽ ഫോണിൽ ആഡ്കോമിന്റെ ലോഗോ മറച്ചുവെക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ സ്റ്റിക്കർ ഒട്ടിച്ചാണ് ആഡ്കോമിന്റെ ലോഗോ മറച്ചിരുന്നത്. ആഡ്കോം ₹3600 ഈ ഫോണുകൾ വിറ്റിരുന്നത്. പിന്നെ എങ്ങനെയാണ് തങ്ങളുടേതിന് സമാനമായ ഫോൺ ₹251 നൽകുക എന്ന് വ്യക്തമല്ലെന്നും കമ്പനി പറയുന്നു. തങ്ങളുടെ ഫോൺ കാട്ടി ജനങ്ങളെ കബളിപ്പിച്ചതിന് റിംഗിംഗ് ബെൽസിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ആഡ്കോം. ന്യൂസ് ഡെസ്ക്.